പ്രീവിയറ്റ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞങ്ങളെ ഇന്ന് സൂവിൽ പോവാട്ടോ. ആമിക്കുട്ടിന് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. വായോ, പോയിട്ട് വരാം. ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം എന്ത് പെട്ടെന്നാണ് മാറുന്നതെന്നല്ലേ. ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ ആമി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പല ഡിസിഷൻസും, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആമിയെ വെച്ചിട്ടാട്ടോ. വിൻ്ററിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞേ സൂര്യൻ ചേട്ടനുമായിട്ട് കിന്നരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മൃഗങ്ങളെ ആട്ടോ ഞങ്ങൾ ഈ സൂവിൽ ചെന്നപ്പോൾ കണ്ടത്. ആമിക്കുട്ടിനൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നേ. ഈ സൂവിൽ കയറിയപ്പോഴത്തേന് അവളും കാണാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കണ്ടു. പ്രത്യേകിച്ച് ഈ താറാവിനെയും കോഴീനെയും ഒക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. കാര്യങ്ങളെന്ന് പറഞ്ഞ കാര്യമാണല്ലോ. താറാവിൻ്റെയും കോഴിയുടെ അരണ്യത്തിൻ്റെ ഒക്കെ സെക്ഷന് വന്നപ്പം എൻ്റെ കെട്ടിയൻ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കെട്ടിയവൻ എപ്പോഴും കാണാൻ ആഗ്രഹം വേറൊരു സാധനത്തിനെയായിരുന്നു. അച്ഛയോട് ചോദിച്ചു നോക്കാവേ, പുലിയെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഒരുമാതിരിയൊക്കെ കണ്ടു കേട്ട് അവിടെ നിന്നെയും അച്ഛയുടെ ആഗ്രഹപ്രകാരം സിംഹത്തിനെയും പുലിയെയും കാണാനായിട്ട് പോവാട്ടോ. വായോ. ചില സമയം നമുക്ക് ഇതുങ്ങളെ കാണുമ്പോഴേ പാവം തോന്നും. കാര്യം അവർ ഫ്രീ ആയിട്ട് നടക്കേണ്ട സമയത്ത് ഒരു കൂട്ടിൽ പെട്ട ജീവിതമല്ലേ അവരുടെ. നമുക്കും അറിയാമല്ലോ കൊറോണ സമയത്ത് നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നല്ലേ. പിന്നെ നോക്കിയപ്പോൾ തേരാപ്പാര നടക്കുന്നു ഒരു കൂട്ടൻ. ഈ കൂട്ടിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാവോ? അറിയാമെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സൂവിൻ്റെ വിശേഷം. വേറെ കുറേ ഉണ്ടായിരുന്നു. വെയിലായതുകൊണ്ട് അധികം നിന്നില്ല. ഇനി പിന്നെ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നു.